ഭാരതാംബ ചിത്രത്തെ ചൊല്ലി കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൻ സംഘർഷം. ഗവർണർ പങ്കെടുത്ത സ്വകാര്യ പരിപാടിയിൽ ഭാരതാംബ ചിത്രം വെച്ചതിൽ പ്രതിഷേധം. ചിത്രം മാറ്റണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടെങ്കിലും മാറ്റാതെ സംഘാടകർ. പ്രതിഷേധത്തിനിടെ പരിപാടിയിൽ പങ്കെടുത്ത് ഗവർണർ. സർക്കാർ പരിപാടികളിൽ കാവിപ്പതാക ഏന്തിയ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നതിൽ ഗവർണറെ എതിർപ്പറിയിക്കാൻ സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ അതിശക്തമായ മഴയെന്ന് മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി, തൃശൂർ, വയനാട് ജില്ലകളിൽ നാളെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. വയനാട് വനറാണി എസ്റ്റേറ്റിൽ മണ്ണിടിച്ചിൽ. പുന്നപ്പുഴയിലെ ഉരുൾ അവശിഷ്ടങ്ങൾ നീക്കാൻ 195 കോടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ചരിത്രം കുറിച്ച് ശുഭാൻഷു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം വീണ്ടും ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത്. ഡ്രാഗൺ പേടകവുമായി ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിച്ചു. ആക്സിയം 4 ദൗത്യത്തിലെ 4-അംഗ സംഘം നാളെ വൈകിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും. ആശംസ നേർന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷിക ദിനത്തിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. അടിയന്തരാവസ്ഥ ജനാധിപത്യ ചരിത്രത്തിലെ ഇരുണ്ട അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിപ്പോൾ നടക്കുന്നത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്ന് കോൺഗ്രസ്. തൃശൂർ പടിഞ്ഞാറേച്ചിറ മലിനമയം. കക്കൂസ് മാലിന്യമടക്കം കുളത്തിൽ തള്ളുന്നതായി പരാതി. സ്ഥലം വൃത്തിയാക്കിയപ്പോൾ കിട്ടിയത് 100-ലധികം ചാക്ക് മദ്യക്കുപ്പികൾ. ടോപ് 10 സ്പെഷ്യൽ. മലപ്പുറത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മരിച്ചത് നിലമ്പൂർ മുണ്ടേരി വാണിയമ്പുഴ കോളനിയിലെ ബില്ലി. മൃതദേഹം കൊണ്ടുവരാൻ പോയ ഡിങ്കി ബോട്ട് ഒഴുക്കിൽപ്പെട്ടു. ബോട്ടിലുള്ളവരെ രക്ഷിക്കാൻ ശ്രമം തുടരുന്നു.